നമസ്കാരം. വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. വകുപ്പുകളിൽ വിജ്ഞാപനമുടൻ. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖം നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ തയ്യാറായില്ല. ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി മുഖ്യമന്ത്രി. ചായ സൽക്കാരം കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു മന്ത്രിമാരും. തണ്ടർബോൾട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടെന്ന് സംഘടന. കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടത് കണ്ണൂർ അയ്യൻകുന്നിൽ. പകരം വീട്ടുമെന്ന് വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയോട് യോജിപ്പില്ല. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്നും ലീഗ് നേതൃത്വം. കോൺഗ്രസ് തീരുമാനം കൃത്യമായ സമയത്തെന്ന് KC വേണുഗോപാൽ. കൊല്ലം മങ്ങാട് അച്ഛനെ മകൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നു. മകൻ അഖിൽ പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകം സാമ്പത്തിക തർക്കത്തെ തുടർന്ന്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ ഹർജി നൽകി. നീക്കം കുറ്റപത്രത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ കേസ് ജനുവരി 8 പരിഗണിക്കും.